DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരും ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളവരും സെപ്റ്റംബർ മാസത്തിൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരും മാസം 1600 വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും വീഡിയോ പൂർണ്ണമായും കാണുവാനും സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് 2 ഗഡു തുകയായ 1200 രൂപ വിതരണം ചെയ്തപ്പോൾ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 200 രൂപ കൂട്ടി 1200 രൂപ വീതം സംസ്ഥാന സർക്കാർ ഓണ സമ്മാനമായി നൽകിയിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിച്ചത്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന നിരക്ക് 369 രൂപയാണ്. വേതനം കുറവാണെന്നതിനു പുറമെ ഇപ്പോൾ തൊഴിലുറപ്പ് വ്യവസ്ഥകളും പരിശോധനകളും കടുപ്പിക്കുകയുമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലിസ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട്. ഈ സാഹചര്യത്തിൽ അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. ജോലിയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ജോലി ചെയ്തവരുടെ എണ്ണവും രേഖപ്പെടുത്തിയ എണ്ണവും തമ്മിലുള്ള പൊരുത്തക്കേട്, ഉച്ചയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല തുടങ്ങി 7 പിഴവുകളാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത്. മേൽനോട്ടത്തിന്റെ കുറവ് കാരണമാണിതെന്നും മന്ത്രാലയം അയച്ച കത്തിൽ പറയുന്നു. ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന ഹാജറും ചിത്രങ്ങളും മുഴുവൻ അന്ന് തന്നെ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ബ്ലോക്ക് തലത്തിലാണെങ്കിൽ 200 ചിത്രങ്ങൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത 20% ചിത്രങ്ങൾ പരിശോധിക്കണം. ഇതിന് ഒരു ദിവസം അധികമായി നൽകിയിട്ടുണ്ട്. ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ 30 ചിത്രങ്ങൾ പരിശോധിക്കണമെന്നും ജില്ലാതല ഉദ്യോഗസ്ഥർ 100 അല്ലെങ്കിൽ 10% ചിത്രങ്ങൾ പരിശോധിക്കണം. സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്നത്തോടെ പൂർത്തിയാക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഇന്നും ലഭിച്ചില്ലെങ്കിൽ ഓണത്തിന് ശേഷവും തുക എത്തിച്ചേരുന്നതായിരിക്കും. വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക സെപ്റ്റംബർ 15-ന് പെൻഷൻ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് തിരികെ പോകുന്നതായിരിക്കും. ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് നൽകുന്നതിനായി സംസ്ഥാനം മുൻകൂറായി തുക അനുവദിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ PFMS-ലൂടെയാണ് അതിന്റെ വിതരണം. 2 മാസത്തെ തുകയാകുമ്പോൾ 400, 600 അല്ലെങ്കിൽ 1000 എന്ന രീതിയിൽ 8 ലക്ഷത്തോളം പേർക്ക് തുക എത്തുന്നതാണ്. ആർക്കെങ്കിലും ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ വർഷത്തെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 10-ന് പൂർത്തിയാവുകയാണ്. അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. ഓരോ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ഇത് ചെയ്യാതെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്നത്. ഓരോ മാസവും 60 വയസ്സ് കഴിഞ്ഞും മറ്റും അർഹരാകുന്നവർ പെൻഷൻ പട്ടികയിൽ ചേരുന്നത് കൊണ്ടാണ് അതിന്റെ വ്യാപ്തി വലിയ തോതിൽ അറിയാതെ പോകുന്നത്. ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ടെങ്കിൽ 10-നുള്ളിൽ ചെയ്യുക. അതുപോലെ ഓണത്തിനും മസ്റ്ററിംഗ് പൂർത്തീകരണത്തിനും ശേഷം ഈ മാസം തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനയുടെ പ്രഖ്യാപനം സർക്കാർ ഭാഗത്തു നിന്ന് വരുമെന്ന് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ എത്തിക്കഴിഞ്ഞു. 100 രൂപയുടെ വർധന പ്രഖ്യാപിക്കുമെന്നും അടുത്ത മാസം മുതൽ 1700 രൂപ വീതം ലഭിക്കുമെന്നുമാണ് അറിയുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത്. അടുത്ത ഏപ്രിലോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി മറ്റൊരു 100 രൂപയുടെ വർധന കൂടി പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ പെൻഷൻ 1800 രൂപയാകുമെന്നുമാണ് അറിയുന്നത്. ഈ വർദ്ധിച്ച പെൻഷനെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ലഭിക്കുക. ഇനി നൽകുവാനുള്ള 1 ഗഡു കുടിശ്ശിക പെൻഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ നൽകുമെന്നും സൂചനകളുണ്ട്. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പദ്ധതി അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.